നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്ത് അനന്തുവിന്റെ മരണത്തിനിടയാക്കിയ ടിപ്പർ അപകടത്തിൽ കൈമലർത്തി അദാനി ഗ്രൂപ്പും പോലീസും. അപകടമുണ്ടായത് തുറമുഖ പദ്ധതി പ്രദേശത്തിന് പുറത്തായതിനാൽ താങ്കൾക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. നിയന്ത്രണമുള്ള സമയത്ത് ടിപ്പർ ഓടുന്നത് തടയാറുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും ഒന്നും നടക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അപകടശേഷം ടിപ്പർ കസ്റ്റഡിയിലെടുക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായോ എന്ന് ആക്ഷേപമുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറുകൾ മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്നതോടെയാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ ഈ മേഖലകളിൽ ടിപ്പർ ഓടുന്നത് ജില്ലാ ഭരണകൂടം കർശനമായി നിരോധിച്ചത്. രാവിലെ 8 മണി മുതൽ 10 വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയുമാണ് നിരോധനം. ഈ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തിയാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ വിഴിഞ്ഞത്ത് ടിപ്പർ തലങ്ങും വിലങ്ങും ഓടുന്നത്. നിരവധി കമ്പനികളാണ് അദാനി ഗ്രൂപ്പിന് വേണ്ടി പാറക്കല്ലുകൾ വിഴിഞ്ഞത്തെത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടാക്കിയ ടിപ്പർ പ്രവർത്തിക്കുന്നത് തമിഴ്നാട് കമ്പനിയായ വിശ്വംകോയ്ക്ക് വേണ്ടിയാണ്. ഈ കല്ലുകൾ കൊണ്ടുവരാൻ ട്രാൻസ്പോർട്ട് കമ്പനികളുമായി ഇവർക്ക് ഉപകരാറുമുണ്ട്. തുറമുഖത്തിനകത്ത് 10 കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് ഈ ടിപ്പറുകൾ സഞ്ചരിക്കാൻ അനുമതി. അതേ ടിപ്പറുകളാണ് പുറത്ത് മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ചീറിപ്പായുന്നത്. പദ്ധതി പ്രദേശത്തിന് പുറത്ത് നടക്കുന്ന അപകടങ്ങളിൽ താങ്കൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്നാണ് അദാനി തുറമുഖ അധികൃതരുടെ വാദം. പക്ഷേ സർക്കാർ നിർദ്ദേശിച്ചാൽ നഷ്ടപരിഹാരം നൽകാമെന്നും പറയുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് വിഴിഞ്ഞത്ത് സ്ഥിരമായി വാഹന പരിശോധന നടത്താറുണ്ടെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. വിലക്ക് ലംഘിച്ച് ടിപ്പർ ഓടുന്നത് കണ്ടാൽ നിരോധന സമയം കഴിയുന്നത് വരെ വണ്ടി തടഞ്ഞിടും. 500 രൂപ പെറ്റിയടിക്കും. അതിനപ്പുറത്തേക്ക് ഒരു നടപടിയുമില്ല. ചുരുക്കത്തിൽ 500 രൂപ പെറ്റിയടിക്കാൻ തയ്യാറാണെങ്കിൽ ടിപ്പറുകാർക്ക് നിരോധന സമയത്തും വണ്ടി ഓടിക്കാം. അനന്തു അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ അപകടമുണ്ടാക്കിയ ടിപ്പർ കസ്റ്റഡിയിലെടുക്കാതെ പോലീസ് ആദ്യം വിട്ടയച്ചെന്നും ആക്ഷേപമുണ്ട്. നിയന്ത്രണം ഏർപ്പെടുത്തിയതല്ലാതെ അത് നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിൽ എല്ലാ സംവിധാനങ്ങൾക്കുമുണ്ടായ വീഴ്ചയാണ് അനന്തുവിന്റെ ജീവൻ എടുത്തത്. ഇതിനിടെ വിഴിഞ്ഞം ടിപ്പർ അപകടത്തെ തുടർന്ന് ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. അദാനി ഗ്രൂപ്പ് പ്രതിനിധികളും തുറമുഖ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുക്കും. ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിക്കും. നിരോധന സമയത്ത് ടിപ്പർ ഓടുന്നില്ലെന്ന് കർശനമായി ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനന്തുവിന്റെ കുടുംബത്തിനും അപകടത്തിൽ പരിക്കേറ്റവർക്കും ന്യായമായ ധനസഹായം ഉറപ്പാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയരും. സർക്കാർ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ ഉറപ്പാക്കാമെന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിക്കുന്നത്.